വിചാരിക്കുന്നൊരു സ്ഥലം. എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് കയറി വന്നപ്പോൾ ചടപടയെന്നെടുത്തൊരു വീഡിയോ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യാത്രാമോഹി. ഒരുപാട് നാളുകൊണ്ട് ആഗ്രഹിച്ചിരുന്നു എന്ന് പറഞ്ഞത് സത്യമാണ് കേട്ടോ. പക്ഷെ ദേ പോയി ദാ വന്നു എന്ന് പറയുന്നൊരവസ്ഥയായിപ്പോയി എനിക്ക്. കാരണം പെട്ടെന്ന് വർക്ക് വരികയും വേണ്ടത്ര പ്ലാനിങ്ങുകളൊന്നും ചെയ്യാനും പറ്റിയില്ല. നമ്മൾ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സ്ഥലത്ത് പോകുമ്പം എന്തെങ്കിലുമൊക്കെ കാണാനും എടുക്കാനൊക്കെ പോകണമല്ലോ. എനിക്കിതൊന്നും പറ്റിയിട്ടില്ല. വർക്കിനായിട്ട് പോകുമ്പോൾ ഉള്ളൊരു കാര്യം അതാണല്ലോ. നമുക്ക് പോവുക, വർക്ക് ചെയ്യുക, തിരിച്ചു വരിക. അല്ലെങ്കിൽ നമ്മൾ ഇച്ചിരി കറങ്ങാനൊക്കെ പോകണമെങ്കിൽ അവിടെ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യണം. പക്ഷെ പ്ലാൻ ചെയ്തിരുന്നു ഞങ്ങൾ, നടന്നില്ല. ഓക്കെ, ഇപ്പോൾ ഞങ്ങൾ അടിമാലിയിലോട്ടാണ് പോകുന്നത്. മേക്കപ്പ് വർക്കായിരുന്നു കേട്ടോ. ഇനി നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇതൊരു സ്കൂളിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ്. സ്കൂളിൽ നിന്ന് നേരെ നോക്കുന്നത് ഇത്രയും നീളത്തിലുള്ള മലനിരകളാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയിൽ വളരെ കുറച്ചേ ഉള്ളൂ, പക്ഷെ ഭയങ്കര ലെങ്ത് ഉള്ളൊരു മലനിരകളാണ് ആ സ്കൂളിൽ നേരെ നോക്കുന്നത്. ഞാൻ അവിടെ നിന്നോട്ട് ആരതി എടുത്ത് പറയുന്നത്, ആരതി ഇവിടുത്തെ പിള്ളേരൊക്കെ ഒരു ഭാഗ്യം നോക്കിയിട്ട് ഡെയിലി അവർക്കിങ്ങനെ ഇത്രയും ഭംഗിയുള്ളൊരു കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ എന്നിട്ടും വിചാരിച്ചു ഡെയിലി കാണുമ്പോഴത്തേക്ക് അവർക്ക് വലിയ പുതുമയൊന്നും തോന്നത്തില്ലായിരിക്കാം. പക്ഷെ നമുക്കൊക്കെ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഭയങ്കര അതിശയമായിരിക്കും. ഒന്നാമത് എനിക്ക് ഈ പച്ചപ്പും മലനിരകളും ഒക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഇത് ഞാൻ കുറേ നേരം നിന്ന് വീഡിയോ എടുക്കുകയും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഈ വർക്കിനായിട്ട് വന്നതുകൊണ്ട് തന്നെ എനിക്ക് വലുതായിട്ട് അങ്ങോട്ട് പുറമെ എല്ലായിടവും പോയി അങ്ങോട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ലായിരുന്നു കേട്ടോ. അതിനുള്ള നമുക്ക് സമയത്തിൻ്റെ ആണെങ്കിലും മൊത്തത്തിലൊരു പരിമിതി ഉണ്ടല്ലോ ഒരു വർക്കിനായിട്ട് പോകുമ്പോഴത്തേക്ക്. പിന്നെ ഞാൻ വന്ന ഉടനെ വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് നിന്നപ്പോഴത്തേക്ക് ആരതി കുറേശ്ശെ മേക്കപ്പ് സാധനങ്ങളൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. പിന്നീട് എനിക്ക് അങ്ങോട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇത് ഞങ്ങൾ മേക്കപ്പൊക്കെ ഒന്ന് ഒതുങ്ങിയ സമയത്ത് ഞാനൊന്ന് സന്ധ്യാനേരം ആയപ്പോഴത്തേക്ക് വന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. എൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ പോരാ, വെറുതെ പറഞ്ഞാൽ പോരാ, അത്രയും ഭംഗിയായിരുന്നു അവിടെ കാണാനായിട്ട്. ഈ മഞ്ഞൊക്കെ ഇങ്ങനെ മൂടി ഒരു സൺസെറ്റൊക്കെ രസമായിരുന്നു എന്നറിയോ. ഞാനതിങ്ങനെ വർണ്ണിച്ചുകൊണ്ടിരിക്കുക വീഡിയോ കാണുമ്പോൾ തന്നെ ആയാലും. ഇത് സ്കൂളിൻ്റെ ബാക്ക് സൈഡിലുള്ളൊരു വീടും പറമ്പും ഒക്കെ ചേർന്നൊരു സ്ഥലമാണ് കേട്ടോ. ഇത് ഞാൻ വീഡിയോ എടുക്കാൻ കാരണം ആ കാണുന്നത് മാവാണ്, അതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് ജാതിക്ക, അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് കൊക്കോ. ഇങ്ങനെയുള്ള കുറേ ഫ്രൂട്ട്സും ഇങ്ങനെയുള്ള കുറേ ഐറ്റംസും ആ ഒരു ഭാഗത്തൊക്കെ ഇങ്ങനെയുള്ള കൃഷികളായിരിക്കുമല്ലോ കൂടുതൽ. ഇത് കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി, ഞാൻ എടുത്ത് വെച്ചൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത്രയും നല്ലൊരു സ്കൂളും അതിൻ്റെ ഭംഗിയൊക്കെ കാണുമ്പോഴത്തേക്ക് ഞാൻ നിങ്ങളെയും കൂടെ കാണിക്കണമല്ലോ. ഇനി നിങ്ങൾ കാണാൻ പോകുന്നതാണ് ഈ സ്കൂളിൻ്റെ വേറൊരു സൈഡ്. ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ സൂം ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് അവിടെയും ഒരു മലനിരകൾ കാണാം. ഇത് രസമല്ലേ. ഇതിപ്പോൾ ഈവനിങ് ആണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. നല്ല മഞ്ഞൊക്കെ മൂടി നിൽക്കുന്ന ഒരു കാലാവസ്ഥയാണ്. അവിടെ നിന്നൊരു കുറച്ചുകൂടി ഇങ്ങോട്ട് തിരിയുമ്പോഴത്തേക്ക് ഈ സൈഡിലും അതുപോലെ ഒരു മല കാണാം. കണ്ടില്ലേ? ഇത്രയും ഭംഗിയുള്ളതൊക്കെ കാണുമ്പോൾ ഞാൻ എങ്ങനെ നിങ്ങളെ കാണിക്കാതിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും കാത്തിരിക്കുക. ഞാൻ യാത്രാമോഹി. ടാറ്റാ.